മച്ചാമരെ ഗിരീഷ് മണ്ഡല വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. പഴയ ഒരു RX100 KRY 078 ഈ വണ്ടി നമ്മൾ ഫുൾ പീസാക്കി പെയിൻറ്റ് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് എല്ലാ വർക്കുകളും പുത്തം പോലെ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ ഇറക്കണം. ഇങ്ങനെ പീസാക്കി വണ്ടി ചേസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പെയിൻറ്റ് ചെയ്ത് റിനോവേഷൻ ചെയ്ത് ഇറക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് സ്കിപ്പ് അടിക്കാതെ കാണും കേട്ടോ. അപ്പോൾ ഒരു വണ്ടി എങ്ങനെയാണ് പുതിയതുപോലെ ആക്കുന്നതെന്നുള്ള മുഴുവൻ കാഴ്ചകളും ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട്. ഈ വണ്ടി ഇവിടെ വന്നപ്പോഴേക്കും എല്ലാ ഭാഗങ്ങളും പ്ലേറ്റിംഗ് ഭാഗങ്ങളെല്ലാം തുരുമ്പായിരുന്നു, പെയിൻറ്റിങ് ഭാഗങ്ങളെല്ലാം തുരുമ്പായിരുന്നു. ശരിക്കും വണ്ടി എൻജിൻ കണ്ടീഷൻ പക്കയായിരുന്നു. അപ്പോൾ അത് നമുക്ക് പുത്തം പോലെ ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലെ സ്റ്റാഫ് ഇരുന്നിട്ട് രണ്ട് സൈഡ് ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വണ്ടി ചെയ്ത് തീർക്കേണ്ടതുള്ളതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും പീസാക്കണം. ഇതാണെന്നിട്ട് വണ്ടി വന്നപ്പോഴുള്ള ടാങ്കിൻ്റെ കളർ ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു. അതുപോലെ ബാക്കി ഭാഗങ്ങളെല്ലാം ഡാമേജ് ആയിരുന്നു, അതായത് തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എല്ലാ പാർട്സും നമ്മൾ പീസാക്കണമാണ്, അതായത് ഫുൾ പാർട്സ് 100% പീസാക്കി പ്ലേറ്റിംഗ് ചെയ്യേണ്ടത് പ്ലേറ്റിംഗ് ചെയ്യാനും നെറ്റ് ബോൾട്ട് അടക്കം ഗാൽവനൈസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വണ്ടി അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ പീസാക്കണതാണ് എല്ലാവരും കൂടി. മൊത്തം വണ്ടി എല്ലാം ഓരോ ഭാഗങ്ങളും ഊരി ക്ലീൻ ചെയ്ത് പക്കയായിട്ട് വാഷ് ചെയ്ത് തുരുമ്പ് കാര്യങ്ങളെല്ലാം കളഞ്ഞ് പ്ലേറ്റ് ചെയ്യേണ്ടത് പ്ലേറ്റിംഗ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ വണ്ടി ചേസാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് പീസാക്കിയിട്ട് വേണം നമുക്കിത് റിനോവേഷൻ ചെയ്യാൻ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു അപ്പാച്ചി ഇരിപ്പുണ്ട്, അതും പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ യമഹയുടെ ഏകദേശം നമ്മളൊരു 50% അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ യമഹ ഫുൾ പീസാക്കി പെയിൻറ്റ് ചെയ്യുന്ന കാഴ്ചകളും അതുപോലെ തന്നെ റീസെറ്റ് ചെയ്ത് ഫുൾ വണ്ടി പുത്തം പോലെ എങ്ങനെ ഇറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് മറ്റുള്ളവർക്ക് കാണാനും അവർക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ RX100 നമ്മൾ മുഴുവനായിട്ട് പീസാക്കിയിട്ടുണ്ട്. കണ്ട എല്ലാ ഭാഗങ്ങളും A to Z പാർട്സ് നമ്മൾ പീസാക്കി ചേസിൻ്റെ വഴിക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വെണ്ണലയിലുള്ള മോട്ടോടെക് എന്ന് പറയുന്ന ബൈക്ക് വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം റീപെയിൻറ്റ് ചെയ്ത് ഫുൾ പീസാക്കി പെയിൻറ്റ് ചെയ്ത് ചേസ് നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് മാത്രം പിടിപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. ബാക്കിലെ മൺഗാർഡ് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഗാൽവനൈസ് ചെയ്ത നെറ്റ് ബോൾട്ട് കാര്യങ്ങളെല്ലാം, അതായത് ഈ വണ്ടിയുടെ പഴയ പാർട്സുകളെല്ലാം കൊടുത്ത് ഗാൽവനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്ത ഐറ്റംസൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കണ സാധനങ്ങളെല്ലാം ഈ വണ്ടിയുടെ പെയിൻറ്റിങ് പാർട്സ് ആണ്. സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പേപ്പർ ഇട്ട് നല്ലോണം കവർ ചെയ്തൊക്കെ വെച്ചേക്കണേ. അതുപോലെ തന്നെ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ക്യാരിയർ, ബാക്കിലെ മൺഗാർഡ്, അതുപോലെ ഹാൻഡിൽ ബാർ എല്ലാം പ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ എല്ലാം പുത്തം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ടും എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, അതിൻ്റെ ബ്രാക്കറ്റ്, ബാക്കിലെ കേരിയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോക്കറ്റ് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിങ്ങാമ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോക്ക് അബ്സർ ഇല്ല, ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്കത് പുതിയത് വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ അതുവരെ വേറെ എന്തെങ്കിലും ഒരു പഴയ ഒരു ഷോക്ക് അബ്സർ വെച്ചിട്ട് നമ്മൾ വണ്ടീനെ ഇങ്ങനെ നേരെ നിർത്തി ബാക്കിയുള്ള പാർട്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മളിപ്പോൾ 8 മണി വരെയാണ് വർക്ക്ഷോപ്പ് എന്നുണ്ടെങ്കിൽ 7 മണിയാകുമ്പോൾ മറ്റുള്ള വണ്ടികളെല്ലാം ഒതുങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരു ദിവസം അങ്ങനെയാണ് ഈ പെയിൻറ്റിങ് വണ്ടികളെല്ലാം സെറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മാത്രമായിട്ട് ഫുൾ ടൈം അതിലേക്ക് ഇരുന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെറ്റ് ചെയ്യാറുമില്ല. അപ്പോൾ നമുക്ക് സമയമുണ്ട്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ കോൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം പുതിയത് വാങ്ങി, ബാക്കി 4 ഇൻഡിക്കേറ്റർ പുതിയത് വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്ലേറ്റ് ചെയ്തതും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തതും ഗാൽവനൈസ് ചെയ്ത നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഏകദേശം ഫ്രണ്ട് മൺഗാർഡ്, ഫ്രണ്ട് ഷോക്ക് അബ്സർ, ക്രാഷ് ഗാർഡ്, എൻജിൻ്റെ മേളിൽ തന്നെ ഹെഡ്, സിലിണ്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എൻജിനെടുത്ത് ആ ചേസിലേക്ക് വെച്ചു. ഇനി ബാക്കി ക്ലച്ച് ഓവർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ 2 വീൽ റിമ്മും കാര്യങ്ങളൊക്കെ കമ്പിയൊക്കെ നമ്മൾ പുതിയത് ഇട്ടിട്ട് അത് എന്താ പറയണം അതിൻ്റെ കോട്ടമൊക്കെ തീർത്ത് നല്ല പക്കയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്കെടുത്ത്
വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യണം. ഫ്രണ്ട് വീല് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻജിൻ്റെ ഏകദേശം ക്ലച്ച് ഓവറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് എൻജിൻ്റെ ആ സ്റ്റിക്കർ തന്നെയുണ്ട്. ആ സ്റ്റിക്കർ വരെയും നല്ല പക്കയായിട്ട് ആ ഒറിജിനാലിറ്റിയിൽ തന്നെ പക്ക ഫിനിഷിങ്ങിൽ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേളിൽ ക്ലിയറൊക്കെ അടിച്ച് നല്ല ക്ലീനാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോക്ക് അബ്സറിന് വരെ ഒരു റിംഗ് സ്പാനറായിട്ട് വെച്ചേക്കണം. ഇപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ ഷോക്ക് അബ്സർ വരുമ്പോഴേക്കും അവിടെ പിടിപ്പിക്കും. അപ്പോൾ അത്രയും പണി പെൻഡിങ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബാക്കി ഭാഗങ്ങളെല്ലാം സെറ്റ് ചെയ്യണത്. ഫ്രണ്ട് യമഹാന്ന് എഴുതിക്കണ ഈ മോണോഗ്രാമും കാര്യങ്ങളൊക്കെ പുതിയതാണ്. അതുപോലെ തന്നെ ബാക്കി കാണുന്ന പാർട്സ് എല്ലാം പെയിൻറ്റ് ചെയ്ത് റീകണ്ടീഷൻ ചെയ്തെടുത്താണ്. അതായത് പ്ലേറ്റിംഗ് ഉള്ളത് പ്ലേറ്റ് ചെയ്തും പെയിൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തും റീകണ്ടീഷൻ ചെയ്തെടുത്താണ്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലാവും, അതുകൊണ്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യണതും തുരുമ്പ് കുറച്ച് കളയണതും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പെടുത്താത്തേട്ടാ. അപ്പോൾ ഓരോ വീഡിയോയിലും നമ്മുടെ പഴയ വീഡിയോകൾ ഓരോ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ റിനോവേഷൻ ചെയ്യണതിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഏകദേശം നമ്മളൊരു 50% വർക്ക് ഏകദേശം ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസം എടുക്കുന്നത് ഷോക്ക് അബ്സർ വാങ്ങിച്ചു, ഷോക്ക് അബ്സർ ഇട്ട് ബാക്കിയുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ കൂടിയുണ്ട്. അപ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഇഗ്നേഷൻ കീ കൂടി മേടിച്ചിട്ട് വേണം ഈ ലെഫ്റ്റ് സൈഡിൽ ആ മീറ്ററിൻ്റെ ഒരു പൈലറ്റ് മീറ്റർ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. അതിനിടയിൽ നമ്മൾ ഒരു ഭാഗത്ത് പെയിൻറ്റിങ് ചെയ്യും. പെയിൻറ്റിങ്, അതിൽ സ്റ്റിക്കർ ഒട്ടിക്കലും ഈ കാര്യങ്ങളൊക്കെ A to Z നമ്മൾ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെയായിട്ട് ചെയ്യണം. ഇപ്പോൾ അത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാഴ്ചകളും കൂടി ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 135ൻ്റെ സ്റ്റിക്കർ, അതായത് 135 സ്റ്റൈലിലേക്കാണ് നമ്മൾ മാറുന്നത്. RX 100ന് 135 ലുക്ക് ഒറ്റ നോട്ടത്തിൽ 135 ആണെന്ന് പറയുള്ളൂ. പക്ഷേ വണ്ടിയിൽ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും 100 ആണെന്ന്. അപ്പോൾ അതിൻ്റെ ടാങ്കിലെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ലോണം സ്ക്യൂസർ വെച്ച് സ്ക്യൂസ് ചെയ്ത് നമ്മൾ ആ സ്റ്റിക്കറിൽ ബബിൾസ് ഇല്ലാതെ നല്ല ക്ലീനായിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ നമ്മളത് ഷാമ്പൂവിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല പക്കയായിട്ട് നല്ല പെർഫെക്ഷനായിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ക്ലിയർ അടിക്കുകയുള്ളൂ. ക്ലിയർ അടിക്കണത് എന്തിനാണെന്നറിയാലോ, ഇപ്പോൾ നമ്മൾ ആ ടാങ്ക് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സ്മൂത്ത് ചെയ്ത് വെച്ചേക്കണേണ്. അപ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ അടിക്കുമ്പോഴാണ് വണ്ടിയുടെ ആ ഗ്ലോസ് കിട്ടണത്. അങ്ങനെ ആ റഫ് ചെയ്ത് വെച്ചേക്കണ ഭാഗം ടാങ്ക് കംപ്ലീറ്റ് നമ്മൾ സ്ക്യൂസ് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇനി നമ്മൾ സൈഡ് കവറിലാണ് സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ സ്റ്റിക്കർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ആ വാങ്ങിച്ച സ്റ്റിക്കർ നമ്മൾ തന്നെയാണ് ഒട്ടിക്കുന്നതും. പണ്ടൊക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് സ്റ്റിക്കർ കടയിലൊക്കെ കൊടുത്ത് ഒട്ടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ വർക്ക് ഈസി ആവാനും ഈ പോക്കുവരവൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ തന്നെയാണ് എല്ലാ വർക്കും ചെയ്യണത്. A to Z ബൈക്കിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ തന്നെ ചെയ്യണത്. വർക്കും ഈസിയാവും, നമുക്ക് വർക്കും ഉണ്ടാകും, അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സൈഡ് കവറിലെ സ്റ്റിക്കറും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ അതും സ്ക്യൂസ് ചെയ്ത് നല്ല പക്കയായിട്ട് ഒട്ടിച്ച് ഈ 2 സൈഡ് കവറും ഒരേ ലെവലാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ഏകദേശം ഒരേ ലെവലായിരിക്കും. പിന്നെ ഈ ടാങ്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ അടിച്ച് നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ടാങ്കിൻ്റെ എംബ്ലോക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ ഇത് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാറായിട്ടില്ല. നമ്മൾ ജസ്റ്റ് ആ ചേസിൽ വെച്ച് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടിയിൽ വെച്ചോ അല്ലെങ്കിൽ താഴത്ത് വെച്ചൊക്കെ ഈ എംബ്ലോ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്ക്രാച്ചസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വണ്ടിയിൽ ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഈ എംബ്ലോയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യണത്. പെട്രോൾ ടാങ്കിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ മേളിൽ നമ്മൾ പെട്രോൾ ഒഴിക്കണ ക്യാപ്പ്, ആ ക്യാപ്പിലുള്ള സ്റ്റിക്കർ വരെ നമ്മൾ ആ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാം പുതിയത് ഒട്ടിക്കൂടാ. RX 100ൻ്റെ എല്ലാ എംബ്ലം പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു RX 135 എന്നുള്ള ഈ എംബ്ലം പിടിക്കും. ഈ എംബ്ലം ലോക്ക് ചെയ്യലാണ് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ക്ലിപ്പല്ല, ഈ ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഇത് ലോക്ക് ചെയ്യണത്. ഇത് ലോക്ക് ചെയ്യും. അത് ഈ ടീ ബോക്സ് വെച്ചിട്ട് പതിയെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കും. അതുപോലെ അടുത്തെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, അത് പ്രസ് ചെയ്ത് കൊടുക്കും. അടുത്തെടുക്കുന്നു, ഇവിടെ വെക്കുന്നു. അപ്പോൾ അവസാനവട്ടം മിനിക്കോണികൾ നടക്കണം. ഇതും കൂടി ഞങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RX 100 ഫുൾ റീപെയിൻറ്റിങ് റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇതേപോലത്തെ വണ്ടികൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് വെള്ളരയിലുള്ള മോട്ടോടെക് ബൈക്ക് വർക്ക്ഷോപ്പിലേക്ക് വരണ്ട. അടിപൊളിയായിട്ട് ഷോറൂം കണ്ടീഷനാക്കി തരാം. അപ്പോൾ RXൻ്റെ പണി ഫിനിഷ് ആവാറായിട്ടുണ്ട്. പെട്രോൾ ടാങ്ക് ഫിറ്റ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടാങ്ക് എടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് അതിൻ്റെ നെട്ടുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യണം.
സൈഡ് ഡോർ നമ്മൾ പെയിന്റ് അടിച്ചുള്ള കണ്ണാടി പോലെ ആക്കി വെച്ചേക്കുന്ന സൈഡ് ഡോർ, സൈഡ് കവറും ഫിറ്റ് ചെയ്തു. പിന്നെ സ്ക്രൂട്ടും ടൈറ്റ് ചെയ്യണം. സീറ്റ് നമ്മളെ പൊളിച്ചേക്ക് നല്ല പുതു പുത്തമ്പോഴാക്കിയിട്ടുണ്ട്. അത് എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ RX-ന്റെ സീറ്റ്, ടാങ്ക്, സൈഡ് ഡോർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പെട്രോൾ ഹോസ് കണക്ട് ചെയ്യണം. പെട്രോൾ ഹോസ് കണക്ട് ചെയ്തിട്ട് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെട്രോൾ ഹൗസ് കണക്ട് ചെയ്ത് പെട്രോളൊക്കെ കൊടുത്ത് ലൈൻ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം നമ്മുടെ റീസ്റ്റോറേഷൻ്റെ 95% കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് ഹെഡ്ലൈറ്റ് നമ്മൾ അഴിച്ചിട്ടേക്കാണ്. ഹെഡ്ലൈറ്റ് കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ വർക്ക് ഫുൾ ഫിനിഷ് ആവും. എങ്ങനെയുണ്ട്? നല്ല പുത്തൻ ഷോറൂമിൽ നിന്ന് എടുക്കണ പുത്തൻ വണ്ടി പോലെ ആയില്ലേ? ഇതാണ് പെയിൻറ്റിങ്ങിൻ്റെയും പ്ലേറ്റിങ്ങിൻ്റെ ഒക്കെ പെർഫെക്ഷൻ. ഇത് സ്ഥലം മറക്കണ്ട കേട്ടോ. വെണ്ണലയിലുള്ള മോട്ടോടെക് ബൈക്ക് വർക്ക്ഷോപ്പിലാണ് വണ്ടിയുടെ എല്ലാ പണികളും തീർത്ത് നല്ല പക്കയായിട്ട് ഷോറൂം കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കസ്റ്റമർ വന്ന് അവർക്ക് തൃപ്തിപ്പെട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. അടിപൊളിയായിട്ട് 100% വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇവിടെ വന്നപ്പോൾ ഉള്ള ആ സ്റ്റൈല് നിങ്ങളെ കണ്ടല്ലോ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ. തുരുമ്പെടുത്ത് എല്ലാ പാർട്സും ഡാമേജ് ആയ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത് നേരെ നല്ല പുത്തൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്യണേ.